ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ നേതാവെന്നതിനേക്കാൾ ഒരു രാഷ്ട്രീയ ശൈലിയാണ്. ജനസേവനമെന്നാൽ ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളിൽ അലിഞ്ഞുചേരലാണ്. പതിറ്റാണ്ടുകളോളം കേരളത്തിലെ UDF രാഷ്ട്രീയത്തിന് അടിത്തറയായ ആൾക്കൂട്ട നായകത്വം. ആൾക്കൂട്ടത്തിൽ വെച്ചല്ലാതെ ഉമ്മൻചാണ്ടിയോട് ഒരു രഹസ്യം പോലും പറയാനാവില്ലെന്ന സങ്കടം മാത്രമേ അണികൾക്കുണ്ടായിരുന്നുള്ളൂ. ആൾക്കൂട്ടത്തെ നയിക്കുകയോ ആൾക്കൂട്ടം നയിക്കുകയോ ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ജനപ്രിയതയ്ക്ക് പിന്നിൽ അനുകമ്പയുടെയും മനുഷ്യപ്പറ്റിൻ്റെയും അനന്യമായൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ടായിരുന്നു. അതുകൊണ്ട് വിരുദ്ധ രാഷ്ട്രീയാഭിപ്രായമുള്ളവർ പോലും സ്നേഹാദരങ്ങളോടെ മാത്രം ഉച്ചരിച്ച നാമധേയമാണത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ എ ഗ്രൂപ്പിന്റെ ചാവേറായി തുടങ്ങി ഒടുവിൽ ഗ്രൂപ്പിനെയും പാർട്ടിയെ ആകെയും കൈപ്പിടിയിലാക്കിയ ഉമ്മൻചാണ്ടിയുടെ നേതൃവൈഭവങ്ങൾക്ക് തത്സമങ്ങളില്ല. KSU യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ അധ്യക്ഷനായതിനു ശേഷമാണ് 1970 ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അരനൂറ്റാണ്ടുകാലം പുതുപ്പള്ളിക്കാർ മറ്റൊരു ജനപ്രതിനിധിയെക്കുറിച്ചും ചിന്തിച്ചില്ല. AK ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി എന്ന ത്രിമൂർത്തിത്വത്തിൽ നിന്ന് 92 വയലാർ രവിയെ തന്ത്രപൂർവ്വം അടർത്തിയെടുത്ത് K കരുണാകരൻ ആന്റണിക്കെതിരെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചിട്ടും എ ഗ്രൂപ്പ് ഒലയാതിരുന്നതിന്റെ ശക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. 1977 തൊഴിൽ വകുപ്പ് മന്ത്രി, 82 ആഭ്യന്തരമന്ത്രി, 91 ധനകാര്യമന്ത്രി, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ AK ആന്റണി രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി, 2006 പ്രതിപക്ഷ നേതാവ്, 2011 വീണ്ടും മുഖ്യമന്ത്രി, 2005 K കരുണാകരൻ പാർട്ടി പിളർത്തി പുറത്തേക്ക് പോയപ്പോൾ കോൺഗ്രസ് മുങ്ങാതെ പോയത് അമരത്ത് ഉമ്മൻചാണ്ടിയായതുകൊണ്ട് മാത്രമാണ്. തീപ്പൊരി പ്രസംഗകനല്ല, പണ്ഡിതനല്ല, ദാർശനികനല്ല, വിപ്ലവകാരിയല്ല. എന്നിട്ടും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് ജനസമ്മതിയുടെ കിരീടം ചൂടിയെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം അവകാശപ്പെട്ട പൊതുപ്രവർത്തന ശൈലി കൊണ്ട് മാത്രമാണ്. ഒരു ജനതയുടെ ശുപാർശക്കത്ത് പോലെ ഒരു ജീവിതം. പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ ഉമ്മൻചാണ്ടിയില്ലാത്ത ശൂന്യത തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.